പാലക്കാട് നെന്മാറ ഐലൂരിൽ വനത്തിലെ മരങ്ങൾ മുറിച്ചു കടത്താനായി റോഡ് നിർമ്മിച്ചത് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നു. വലിയ പാറക്കല്ലുകൾ ഇളക്കിയതിനാൽ മഴക്കാലത്ത് അപകടമുണ്ടാകുമെന്നാണ് ആശങ്ക. 2018-ൽ ഉരുൾപൊട്ടലുണ്ടായ ഭാഗമാണിത്. കശുമാവ്, യൂക്കാലി മരങ്ങൾ മുറിക്കുന്നതിന്റെ പറവിൽ ചന്ദന മരങ്ങൾ മുറിച്ചതായും ആരോപണമുണ്ട്. ഐലമുടിച്ചി മലയുടെ 6 കിലോമീറ്റർ ഭാഗത്താണ് വ്യാപകമായി മരം മുറിക്കുന്നത്. കശുമാവ്, യൂക്കാലി മരങ്ങൾ മുറിച്ച് പകരം നാടൻ മരങ്ങൾ നടുകയാണ് ലക്ഷ്യമെന്ന് വനം വകുപ്പ് പറയുന്നു. മരങ്ങൾ വാഹനങ്ങളിൽ കൊണ്ടുപോകാനായി ഐലമുടിച്ചി മലയുടെ വിവിധ ഭാഗങ്ങളിൽ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. മരം മുറിച്ച് കൊണ്ടുപോകുന്നതിനാണ് പുതുതായി റോഡ് നിർമ്മിക്കുന്നതെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ റോഡ് നിർമ്മാണത്തിനായി വലിയ പാറക്കഷ്ണങ്ങൾ ഉൾപ്പെടെ ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇത് താഴ്ഭാഗത്തേക്ക് മഴക്കാലത്ത് എത്തിയാൽ വലിയ ദുരന്തമുണ്ടാകും. 2018-ൽ ഈ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട രാജേശ്വരിയാണ് നിലവിൽ ഐലൂർ പഞ്ചായത്ത് പ്രസിഡന്റ്. ഞാൻ 2018 ഓഗസ്റ്റ് 15 പ്രളയത്തിൽ പെട്ട് വീട് പോയ ഒരാളാണ്. വീട് സ്ഥലമൊക്കെ പോയി കുട്ടികളെയും കൊണ്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ്. അന്നൊക്കെ LDF സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ കാലിൻ ചുവട്ടിലൊക്കെ ഒരുപാട് തവണ പോയിട്ട് ഒന്നിനും ഒരു ഇത് തന്നിട്ടില്ല. പിന്നെ കലക്ടറിൻ്റെ അവിടെയൊക്കെ കൊടുത്തിട്ടാണ് എനിക്ക് 3 സെൻറ്റ് സ്ഥലത്തിനും വീടിനും തന്നിട്ട് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഇനി വേറൊരാൾക്കും വരരുത്, ആർക്കും ഒരു ഇത് വരരുത്, നല്ലത് മാത്രം വരണമെന്ന് മാത്രമേ പറയാനുള്ളൂ. നിരവധി ചന്ദന മരങ്ങൾ ഐലമുടിച്ചി മലയിൽ ഉണ്ടെന്നും ഇപ്പോൾ അവയിൽ പലതും കാണാനില്ലെന്ന ആരോപണവുമുണ്ട്. ഇവിടെയുള്ള ധാരാളം ചന്ദന മരങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണാനില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുക. ഈ ചന്ദന മരങ്ങളുടെ ഇല്ലായ്മ ഏത് തരത്തിൽ നടന്നു, അത് ഇവിടെ ഏത് തരത്തിൽ കൊള്ളയടിക്കപ്പെട്ടു എന്നോ സർക്കാരിൻ്റെ ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിച്ചോ ഇവിടെയുള്ള അകിൽ മരങ്ങൾക്ക് അല്ലെങ്കിൽ ചന്ദന മരങ്ങൾക്ക് എന്ത് സംഭവിച്ചോ എന്നോ കണ്ടെത്താനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഈ ഗവൺമെൻറ്റിനുണ്ട്. മരം മുറിക്കാൻ കരാർ നൽകിയ ശേഷം വനം വകുപ്പ് കാര്യമായ പരിശോധനകൾ നടത്തുന്നില്ലെന്ന വിമർശനവും ഉയരുന്നു. മീഡിയ 1 പാലക്കാട്.